C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഓക്കെ സാർ. ഈ സ്ഥലത്ത് ഇതിനെക്കാട്ടിലും സൗകര്യമുള്ള ഒരു റൂം കിട്ടാൻ പ്രയാസമാണ്. ഇതൊക്കെ തന്നെ ധാരാളാ സർ. ഹലോ, രാജാറാം. രവി, ഒരു ഷോക്കിംഗ് ന്യൂസ് ഉണ്ട് പറയാൻ. എന്താ രാജാറാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമാണ് രവി. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു അതിഥി നമ്മളെ തേടി എത്തിയിട്ടുണ്ട്. അതിഥിയോ? ആര്? താനെന്തീ പറയുന്ന? അതേ രവി, നമ്മൾ അങ്ങോട്ട് ചെല്ലാത്തത് കൊണ്ടാവും നമ്മളെ തേടി ഇങ്ങോട്ട് വന്നത്. ആളെ താൻ അറിയും. പേര് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവുകയും ചെയ്യും. വന്ന അതിഥിയുടെ പേര് രാഗസുധ എന്ന. അതേ രവി, അവൾ ഈ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിലല്ല, നമ്മുടെ ഓഫീസിൽ. നീ പറ രവി, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പറയുന്നത് ഞാൻ അനുസരിക്കും. ഈ കാര്യത്തിൽ സംയമനമാണോ സംഹാരമാണോ ഞാൻ ചെയ്യേണ്ടത്? ആരാ സർ ഫോണില്? ഹലോ രവി, ഓഫീസിൽ നിന്ന് ശ്രീലക്ഷ്മി. സർ പ്ലീസ്, എമർജൻസി ആയിട്ട് പോകണമെന്ന് മാത്രം പറയരുത്. നോ ശ്രീലക്ഷ്മി. താൻ പോയി ഫ്രഷാ, ഞാൻ പോവാൻ. ശരി സർ. നീ കേൾക്കുന്നുണ്ടോ രവി? ഉണ്ട് രാജാറാം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ ഒന്നും പറഞ്ഞില്ല. ചില വിധികൾ ന്യായവിധികളായി എഴുതി മാറ്റപ്പെടാനുള്ളതാണ് രാജാറാം. ഈ ഒരു കാര്യത്തിൽ മൗനമല്ല മറുപടി. ഇത് രവി എന്നൊരു വ്യക്തിയെ സംബന്ധിക്കുന്ന കാര്യമല്ല. നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ജീവൻ വരെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇവിടെ നിന്റെ ന്യായങ്ങളെ ശരി. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല രാജാറാം. ക്ഷണിക്കാതെ വരുന്ന അതിഥികളെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അതിഥി ആതിഥേയൻ ഒരിക്കലും മുഖം കാണിക്കാൻ താല്പര്യപ്പെടാത്ത അതിഥിയാണ്. അങ്ങനെയാകുമ്പോൾ ഒരിക്കലും കൺമുന്നിൽ വരാതിരിക്കാനാ നീ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്. പ്രാണനോടെ പിടിച്ച് കൂട്ടിലടച്ചാ മതി, പ്രാണൻ എടുക്കണ്ട. മനസ്സിലായി രവി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.